എക്സാം അടുക്കുമ്പോഴേ പലപ്പോഴും കുട്ടികളെക്കാൾ കൂടുതൽ ടെൻഷൻ പാരൻസിൽ കാണാറുണ്ട്. മുന്നെയൊക്കെ ആണെങ്കിൽ പാരൻസ് ഇപ്പോൾ കേബിൾ കണക്ഷൻ കട്ട് ചെയ്യും, ഇപ്പോഴാണെങ്കിലോ ഫോണ് മാറ്റിവെക്കും, അല്ലെങ്കിൽ നെറ്റ് കണക്ഷൻ ഇല്ലാതെയാക്കും. അതല്ലാതെ തന്നെ അവർ പോകുന്ന മറ്റ് എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിൻ്റെയൊക്കെ ഒരു ടൈം കുറയ്ക്കുക, അതല്ലെങ്കിൽ അതിൽ നിന്നൊരു ബ്രേക്ക് എടുക്കാൻ പറയുക. ഈ സ്റ്റെപ്സൊക്കെ അവർ ചെയ്യും. അതല്ലെങ്കിൽ കുട്ടികളോട് എക്സാമിൻ്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ച്, ഇപ്പോൾ 10th to 12th ഒക്കെ ആണെങ്കിൽ അത് എത്രത്തോളം സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള സ്റ്റെപ്പാണ് എന്നുള്ളതിനെ കുറിച്ച് സംസാരിക്കുക. ആൻഡ് നന്നായിട്ട് മാർക്ക് വാങ്ങിക്കണം, എല്ലാം പഠിക്കണം, ഇത്തരം രീതിയിൽ സംസാരിക്കുക. ഇതൊക്കെ പാരൻസിൻ്റെ സൈഡിൽ നിന്ന് കാണാറുണ്ട്. പക്ഷേ പലപ്പോഴും ഇതിൽ നിന്നെല്ലാം കുട്ടികൾക്കൊരു അമിതഭാരം ഉണ്ടാകുന്നതായിട്ടാണ് കാണാറ്. അമിതഭാരം ഉണ്ടാകുമ്പോൾ അവരുടെ പ്രൊഡക്ടിവിറ്റി കുറയും. ഇതിനെല്ലാം പകരമായിട്ട് കുറേ കൂടി ഇപ്പോൾ കുട്ടികൾക്ക് ഫോൺ കൊടുക്കണം എന്നല്ല, പക്ഷെ അതല്ലാതെ തന്നെ അവർക്ക് പഠിക്കുന്നതിൻ്റെ ഇടയിലും റിലാക്സ് ചെയ്യാനുള്ള, ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ളൊരു സമയം കൊടുക്കാൻ പറ്റുക, അവരുടെ ഉറങ്ങാനുള്ളൊരു സമയം ഉണ്ടാവുന്നുണ്ടെന്ന് ഉറപ്പ് വരുത്തുക. പിന്നെ തന്നെ കുട്ടികളോടിപ്പം ഉപദേശിക്കുന്നതിന് പകരം അവരുടെ കാര്യങ്ങൾ കേൾക്കാനും മനസ്സിലാക്കാനും ശ്രമിക്കുക. ഇത്തരം സ്റ്റെപ്സൊക്കെ എടുക്കുകയാണെങ്കിൽ കുറേയും കൂടി പഠിക്കാൻ ഹെൽപ്പ് ചെയ്യുന്നൊരു അനുയോജ്യമായിട്ടുള്ളൊരു സാഹചര്യം കുട്ടികൾക്ക് ഒരുക്കി കൊടുക്കാൻ കഴിയും. താങ്ക് യു.